ഇവിടെ പൈസ കിട്ടില്ലേ? പാർക്കിന് പൈസ ഇല്ല. എവിടെ തിരിച്ചേക്കാം. അതെന്താ അവിടെ അങ്ങനെ വെച്ചിട്ടാണ് അവിടെ എന്താ പറയുക? അങ്ങോട്ട് എടുക്കണം. എന്ത് രസമാണ് തിരിച്ചൊക്കെ പറയുന്നത്. അത് റിവേഴ്സ് കൊടുത്താൽ മതി. ഞങ്ങൾക്ക് റിവേഴ്സ് അവർ പറഞ്ഞിട്ട് നമുക്ക് പോകാൻ പോകല്ലേ എടുത്തിട്ട് അതിലങ്ങനെ അത് പോയിക്കൂടെ? എല്ലാം സീഡാക്കിയാണ് വേറെ ബാക്കിൽ വണ്ടി എന്താ കൊടുക്കും മുന്നോട്ട്. ഹലോ, എന്തൊക്കെയാണ് വിശേഷം? അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോസിൻ്റെ ഒരു കണ്ടിന്യൂ വീഡിയോ ആയിട്ടത്. അപ്പോൾ നമ്മൾ ഗുണ്ടൽപേട്ട കഴിഞ്ഞിട്ട് നേരെ പിന്നെ പാലസിലേക്കാണ് കേട്ടോ പോണത്. വണ്ടിയൊക്കെ അവിടെ പാർക്ക് ചെയ്ത് ഞങ്ങളൊരു 9:45 ആകുമ്പോഴേക്കും ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അടിച്ചു വരുന്നുണ്ട്. അതുപോലെ രാവിലെ കുറേ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് ആൾക്കാരൊക്കെ ഇങ്ങനെ കൊണ്ടുവന്ന് റെഡിയാക്കി വെക്കുന്നുണ്ട്. ഒക്കെ സെറ്റാക്കി വെക്കണേ ഉള്ളൂ കേട്ടോ. ഇവിടെ 10 മണിക്കാണ് എന്താ പറയുക ടിക്കറ്റ് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ക്യൂവിലൊക്കെ നിൽക്കുന്നുണ്ട്. അതിൻ്റെ സൈഡിലായിട്ടൊരു വെള്ളച്ചാട്ടം ചാടുന്ന പോലെ അങ്ങനെ ഒരു സംഭവം സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് ചാടുന്നതാണ്. അവിടുന്ന് ഫോട്ടോസും വീഡിയോസും എടുക്കണവർ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ. മൂപ്പരിങ്ങനെ ഊതുന്നൊക്കെ കേൾക്കാൻ. നമ്മൾ വാങ്ങിയിട്ട് കാര്യമില്ല, നമുക്ക് ഊതാൻ അറിയില്ലല്ലോ. അങ്ങനെ താപ്പൊക്കെ ടിക്കറ്റ് എടുക്കാൻ നിൽക്കുന്നുണ്ട്. വലിയവർക്ക് 120, പിന്നെ എന്താ പറയുക ചെറിയവർക്ക് 10 വയസ്സ് മുതൽ 18 വയസ്സ് വരെ 70 രൂപ. അതുപോലെ സ്കൂളിൽ നിന്ന് ടൂർ വരില്ലേ, ആ ഒരു സെറ്റിന് 50 രൂപ. അതുപോലെ വിദേശികൾക്ക് 1000 രൂപ കേട്ടോ അവിടെ എഴുതി വെച്ച ബോർഡിൽ. അപ്പം അതൊക്കെ എന്താ പറയുക അതൊക്കെ വായിച്ച് ഞങ്ങളിതാ പിന്നെ ഇനി പാലസിൻ്റെ ഉള്ളിലേക്ക് പോകാൻ ടിക്കറ്റൊക്കെ എടുത്തു. കുക്കു ചെറുതായപ്പോൾ വന്നതാട്ടോ ഇവിടെ. ഓക്ക് ഓർമ്മയൊന്നുമില്ല, ആ സമയത്ത് വന്നതാണേ. അപ്പോൾ ഒരു ശരിക്കും പറഞ്ഞാൽ ഓളും കണ്ടിട്ടില്ല മോനും കണ്ടിട്ടില്ല. അപ്പോൾ ഓർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിനെ പറ്റിയിട്ട് കുറേ കാര്യങ്ങൾ ചോദിക്കും, ഇത്രയും വലിയ കൊട്ടാരാണ് അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറുന്ന മുമ്പ് ചെരുപ്പ് ഇവിടെ അഴിച്ചു വെച്ചിട്ട് ഒരു ചാക്കിലിട്ട് വെക്കും കേട്ടോ. എന്നിട്ട് നമുക്കൊരു ടോക്കനൊക്കെ തരും. ചെരുപ്പ് ഷോക്സൊക്കെ ഇതിൻ്റെ അകത്ത്. ഷോക്സ് ഇടുന്നതിന് കുഴപ്പമില്ല, പക്ഷേ ചെരുപ്പ് നമ്മൾ ഇവിടെ അഴിച്ചു വെക്കണം. നല്ല എന്താ പറയുക ഫുള്ള് ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ആട്ടോ അങ്ങോട്ട് കയറാനും എല്ലാത്തിനും. അതുപോലെ നമ്മൾ കയറുമ്പോൾ നമ്മൾ ബാഗ് ഉണ്ടെങ്കിൽ ബാഗൊക്കെ 2-3 പ്രാവശ്യം ചെക്ക് ചെയ്തിട്ടാണ്, സ്കാൻ ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ അങ്ങോട്ട് കയറ്റുന്നത്. അതുപോലെ ഇഷ്ടംപോലെ പോലീസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ ഡോഗ് സ്ക്വാഡ് ഉണ്ട്, എല്ലാം അവിടെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ കാണുമ്പോൾ ഓൽക്കൊരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ, എന്താണ് എങ്ങനെയാണെന്നൊക്കെ. അപ്പം നമുക്ക് തന്നെ ഉണ്ടല്ലോ, നമ്മൾ തന്നെ ഈ കൊട്ടാരത്തിലേക്ക് ഞാൻ ഇതിൻ്റെ മുമ്പൊക്കെ വന്നപ്പോൾ ഞാൻ വിചാരിക്കും പഠിച്ചോനെ ഇത് എങ്ങനെയായിരിക്കും എന്തായിരിക്കും എന്നൊക്കെ. ഈ കിളിവാതിലുകളൊക്കെ ഇല്ല അതൊക്കെ എൻ്റെ ഉള്ളിലുണ്ടല്ലോ. അപ്പം ഞാനിങ്ങനെ വിചാരിക്കും അവിടെ ഓരോരുത്തർ രാജാവിൻ്റെ ഓരോ ആൾക്കാർ താമസിച്ചത് അങ്ങനെയൊക്കെ നമുക്കിങ്ങനെ നമ്മൾ ഊഹിക്കുമല്ലോ. അതേപോലെ ഓരോ തൂണുകളും അടുത്ത പണിത്തരങ്ങൾ, പിന്നെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഫുള്ള് ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ഓരോരുത്തരുടെ പേരും കാര്യങ്ങളും എന്താണെന്നൊക്കെ. പിന്നെ നമുക്ക് അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു സമയത്ത് നമ്മൾ കയറിയത്. കുറേ സമയത്ത് ഇങ്ങനെ എന്താ പറയുക സ്പെൻഡ് ചെയ്ത് നോക്കാനും പറ്റില്ല. പിന്നെ മോനുള്ളതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കണ്ടു പോകണ്ട, എന്നാലും കാണാതെ പോകണമെന്നില്ല കേട്ടോ. ഇതിപ്പോൾ സെൻറ്ററിലുള്ള ഒരു ഹാളാണ്. എന്തോ ഒരു വലിയ തൂണാന്ന് നോക്കി, എന്ത് ഭംഗിയായ അതിൻ്റെ കൊത്തുപണികളും എല്ലാം എന്തൊരു അടിപൊളിയായിട്ട്. ഭയങ്കര കുട്ടികൾക്കൊക്കെ ഭയങ്കര ആകാംക്ഷ പോലെ കേട്ടോ. ഓരോ മുഖത്തന്നെ കാണാം എന്തോ പോലെ ഒരു കാണുന്നത്. പക്ഷെ എന്ത് ഭംഗിയാ അറിയോ കാണാൻ. അത് രാജാ
രാജാവ് എല്ലാവരെയും വിളിച്ചിട്ട് സംസാരിക്കുന്ന സ്ഥലം തോന്നുന്നുണ്ട്. ആയിരിക്കും. ബാ കമോൺ വെച്ചിട്. ടുവാ കുറേ റൂമുണ്ടോ? ഇതൊക്കെ എന്തെങ്കിലും കേൾക്കും. തുറക്കണ്ട. ഇതിലൊക്കെ ഓരോരുത്തർ ചിലപ്പം ഓരോരുത്തർ ജീവിച്ച റൂമുകളൊക്കെ അന്ന് റൂമുകളൊക്കെ ഇതുണ്ടോ? ഭടന്മാര് ആന, കുതിര. ലൈറ്റ് നോക്ക്, അടിപൊളിയല്ലേ? ഏത്? അത് ഇതാടാ നമ്മളെ ഓരോ സാധനം ഭംഗിയിൽ ഇങ്ങനെ വെക്കൂലേ സൈഡിലൊക്കെ, അതുപോലത്തെ ഒരു സാധനം. ഈ വാതിൽമേലുള്ളൊരു കൊത്തുപണികളൊക്കെ നോക്കി എന്ത് ഭംഗിയാണ്. നമ്മൾ ഈ മൊബൈലിൽ കാണുന്ന പോലെ നല്ല നേരിട്ട് കാണുമ്പോൾ അതിലും ഭംഗിയാട്ടോ. അതേപോലെ അതിൻ്റെ ഹൈറ്റും കാര്യങ്ങളും അതിൻ്റെ വലിപ്പവും ഇതിന്മേൽ ഞാൻ പറയാം എത്ര ചരിത്രങ്ങൾ കിടന്നുറങ്ങുന്ന ഒരു സ്ഥലമല്ലേ. എന്താ പറയുക, നമ്മളിങ്ങനെ പുസ്തകത്തിൽ വായിച്ചതും ബുക്കിൽ വായിച്ചതൊക്കെ എത്ര ചരിത്രമുണ്ട്. അതിൻ്റെയൊക്കെ ഒരു അവശേഷിപ്പാണല്ലോ ഇത്. ഈ വാതിലൊക്കെ നോക്കി എന്തോ ഒരു രസമാണ്. ഇത് ഗ്ലാസ് പോലെ കേട്ടോ ഈ വാതിൽ. ഇത് നമുക്ക് ആ കാര്യങ്ങളൊന്നും നമുക്ക് തൊടാൻ പറ്റില്ല. അതിൻ്റെ മേലൊരു ഗ്ലാസ് പോലെ കേട്ടോ. അതേപോലെ നേരത്തെ കണ്ട ഹാള് പോലത്തെ ഒരു ഹാൾ, ഇതൊക്കെ കാണുമ്പോൾ എനിക്കില്ല പണ്ടത്തെ സിനിമയിലില്ല ഇങ്ങനെ കളറായിട്ടുള്ള തൂണുകൾ, അതൊക്കെ ഓർമ്മ വരിക. നല്ല അടിപൊളിയായിട്ട് കാണാനൊക്കെ. അപ്പം ഇന്ന് ഇവിടെ വെച്ചാൽ നമ്മൾ ആദ്യം വന്ന സമയത്തൊക്കെ നമ്മൾക്ക് കിരീടമൊക്കെ കാണാണ്ടായിരുന്നു. പിന്നെ അതുപോലെ വാളില്ലേ, വാളുകൾ, പരിച, അങ്ങനത്തെ കുറേ സ്വർണത്തിൻ്റെ വാളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അന്നൊക്കെ. പക്ഷേ അതൊക്കെ ഇപ്പം അവിടെ കാണുന്നില്ല. ഇനിയിപ്പോൾ ഒരിടത്ത് മാറ്റി വെച്ചോ നമുക്കറിയില്ല, എന്താ സംഭവം എന്നറിയില്ല. അങ്ങനെ നമ്മൾ ആ കാണലൊക്കെ കഴിഞ്ഞ് അന്ന് ഇത്രയും നല്ല കുറേ കാണാനുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇനിയിപ്പം ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോവാം. അപ്പോൾ സമയം കുറച്ചായിട്ടുണ്ട് ഇവിടെ കയറിയിട്ട്. ഫുഡ് കഴിച്ചിട്ട് വേണം സൂവിലേക്ക് പോവാൻ. അങ്ങനെ ഞങ്ങൾ എന്താ പറയുക ഇവിടുന്ന് കണ്ട് ഇറങ്ങി കുറച്ച് നേരം ഞങ്ങൾ ഫ്രണ്ടിൽ കൂടെയൊക്കെ ഒന്ന് നടന്നിട്ടോ. അങ്ങനെ നേരെ ഒരു ഹോട്ടലിലേക്ക് പോയി. എന്താ പറഞ്ഞ നെയ് റോസ്റ്റാ? രസമുണ്ടോ? സൂപ്പറാ? പൊളിച്ച് ഇവിടെ നല്ല മൊരിഞ്ഞ വട. നെയ് റോസ്റ്റ് അല്ലേ? രസമുണ്ടോ? ഇതൊക്കെ കൂട്ടി തന്നേ. ഏർപ്പാടാണോ? ഇന്നിവിടാണോ? വരുന്നുണ്ടോ? സാമ്പാർ രസമുണ്ടോ? മക്കൾസ് രണ്ടാളും മസാല ദോശ പറഞ്ഞിട്ടോ. അതുപോലെ ഞങ്ങളും സാദാ ദോശയാണ് പറഞ്ഞത്, നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ. അപ്പോൾ ഒരു ശരിക്കും പറഞ്ഞാൽ നെയ് റോസ്റ്റാണ് നമുക്ക് കിട്ടിയത്. നമുക്ക് ഇവിടുത്തെ നെയ് റോസ്റ്റ് ഓൾക്ക് അവിടുത്തെ ദോശയാണ് തോന്നുന്നുണ്ട് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതുപോലെ ചട്നി നല്ല രസമുണ്ട്, സാമ്പാർ രസമുണ്ട് കേട്ടോ. അതുപോലെ ഉഴുന്നുവട, പരിപ്പുവടയൊക്കെ കിട്ടിയിരുന്നു. അപ്പം ഞങ്ങളെന്താ നല്ല സൂപ്പറായി ഭക്ഷണം കഴിച്ചു. നല്ല വയറൊക്കെ നിറയുന്ന ഭക്ഷണം. അതുപോലെ നല്ല വൃത്തിയുള്ള ഹോട്ടലായിരുന്നു കേട്ടോ.
അപ്പോൾ നമ്മുടെ പാലസിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ ബൈ ബൈ, സീ യു, അസ്സലാമു അലൈക്കും.